വേളാങ്കണ്ണി മാതാവിൻ്റെയും പള്ളിയുടെയും ചരിത്രം. പ്രാർത്ഥനയും കണ്ണുനീരും അർപ്പിച്ച് നാനാജാതിയിൽപ്പെട്ട വിശ്വാസികൾ എത്തിച്ചേരുന്ന ദേവാലയമാണ് തമിഴ്നാട്ടിലെ നാഗപട്ടണത്ത് സ്ഥിതി ചെയ്യുന്ന വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളി. മുട്ടിലിഴഞ്ഞും തലമുണ്ടനം ചെയ്തും അമ്മത്തൊട്ടിൽ കെട്ടിയും ആമപ്പൂട്ട് പൂട്ടിയും വിശ്വാസികൾ തങ്ങളുടെ പ്രാർത്ഥനയുമായി എത്തുന്ന വേളാങ്കണ്ണി മാതാവിൻ്റെ പ്രധാന തിരുനാളിൽ ഒട്ടേറെ തിരക്കുകൾ അവിടെ ഉണ്ടാകും. ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 8 വരെയാണ് ഇവിടുത്തെ തിരുനാൾ. വിശ്വാസികൾ ധാരാളം എത്തുന്ന ഈ ദിവസങ്ങളിൽ വേളാങ്കണ്ണിയിൽ തിരക്കും ഏറെയാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള വേളാങ്കണ്ണിയിലെ ദേവാലയത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് തെളിവുകൾ ഏറെയൊന്നുമില്ലെങ്കിലും പല കഥകളും പ്രചരിക്കുന്നുണ്ട്. മാതാവിൻ്റെ അത്ഭുത ദർശനവുമായി ബന്ധപ്പെട്ടാണ് ഈ ദേവാലയത്തിൻ്റെ പിറവി. ഒരു ഹൈന്ദവ ബാലനായിരുന്നു മാതാവിൻ്റെ ആദ്യത്തെ ദർശനം ലഭിച്ചത്. അതിനുശേഷം മോര് വിൽപ്പനക്കാരിയായ ഒരു മുടന്തൻ ബാലന് ദർശനം ലഭിക്കുകയും അവൻ ആരോഗ്യവാനാവുകയും ചെയ്തതോടെ മാതാവ് ആരോഗ്യമാതാവ് എന്നറിയപ്പെടാൻ തുടങ്ങി. അന്നാണ് മാതാവിൻ്റെ അരുളപ്പാട് പ്രകാരം ആ മോര് വിൽപ്പനക്കാരൻ ബാലൻ്റെ മുതലാളി ഓലമേഞ്ഞ ഒരു പള്ളി നിർമ്മിച്ചത്. ഈ സംഭവങ്ങൾ നടന്നത് AD 500-നും AD 1600-നും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷമാണ് ഇന്ന് കാണുന്ന ദേവാലയത്തിൻ്റെ നിർമ്മിതിക്ക് ആധാരമായ സംഭവം നടക്കുന്നത്. 17-ാം നൂറ്റാണ്ടിലാണത്. ബംഗാൾ ഉൾക്കടലിലെ കടൽക്ഷോഭത്തിൽപ്പെട്ട ഒരു കപ്പൽ അത്ഭുതകരമായി രക്ഷപ്പെടുകയും അവർ തങ്ങളുടെ കപ്പൽ വേളാങ്കണ്ണി തീരത്തേക്ക് അടുപ്പിക്കുകയും ചെയ്തു. മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് തങ്ങൾ രക്ഷപ്പെട്ടതെന്ന് വിശ്വസിച്ച കപ്പലിലുണ്ടായിരുന്നവർ അന്നുണ്ടായിരുന്ന ദേവാലയത്തെ കുറച്ചുകൂടി വലിപ്പമുള്ളതാക്കി മാറ്റി നിർമ്മിച്ചു. പിന്നീട് വേളാങ്കണ്ണിയിലൂടെയുള്ള ഓരോ യാത്രയിലും അവർ അവിടെ എത്തുകയും ദേവാലയത്തിൻ്റെ നവീകരണത്തിൽ മുഴുകുകയും ചെയ്തു. വാസ്കോഡഗാമയും പോർച്ചുഗീസുകാരും ദേവാലയവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായി ചരിത്രരേഖകൾ പറയുന്നില്ലെങ്കിലും ഇപ്പോൾ കാണുന്ന മഞ്ഞപ്പട്ടുടുത്ത ഉണ്ണിയേശുവിനെ കയ്യിൽ എടുത്തുള്ള മാതാവിൻ്റെ പ്രതിഷ്ഠ സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണെന്ന് ആണ് വാമൊഴിയായി പറയപ്പെടുന്നത്. പിന്നീടെത്തിയ ഡച്ചുകാർ 1771-ൽ ഈ ദേവാലയത്തെ പാരിഷ് ചർച്ചാക്കി മാറ്റി. 1962-ലാണ് മൈനർ ബസിലിക്കയായി വേളാങ്കണ്ണി പള്ളി ഉയർത്തപ്പെട്ടത്. 5 ഏക്കറിലാണ് വേളാങ്കണ്ണിയിലെ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കിൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്ന ഈ ദേവാലയം കടലിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് കാറ്റിനെ അതിജീവിക്കാൻ പാറമേൽ പടുതുയർത്തിയതായിരിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും. എന്നാൽ ആ ധാരണ തീർത്തും തെറ്റാണ്. മണലിൽ തന്നെയാണ് ഈ വലിയ ദേവാലയ സമുച്ചയത്തിൻ്റെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയിരിക്കുന്നത്. എല്ലാ ദിവസവും ഇവിടെ സന്ദർശകരെ അനുവദിക്കാറുണ്ട്. പ്രാർത്ഥന അർപ്പിക്കാനും കുർബാന സ്വീകരിക്കുന്നതിനുമൊക്കെ അവസരങ്ങളുണ്ട്. ദേവാലയത്തിൽ 5:45-നാണ് ആദ്യത്തെ കുർബാന. തമിഴ്, ഇംഗ്ലീഷ്, മലയാളം, തെലുങ്ക്, കന്നഡ തുടങ്ങിയ വിവിധ ഭാഷകളിലെല്ലാം കുർബാന അർപ്പിക്കപ്പെടുന്നുണ്ട്. രാവിലെ 5-ന് തുറക്കുന്ന ബസലിക്ക അടയ്ക്കുന്നത് രാത്രി 9 മണിക്കാണ്. ക്രിസ്തീയ ആചാരങ്ങൾ കൂടാതെ ഹൈന്ദവ ആചാരങ്ങളും നിലനിൽക്കുന്ന ഇവിടെ നേർച്ചയായി തലമുണ്ടനം ചെയ്യുന്നവരും കുട്ടികളുണ്ടാകുന്നതിനായി അമ്മത്തൊട്ടിൽ കെട്ടുന്നവരും വിവാഹബന്ധം പിരിയാതിരിക്കാനായി ആമപ്പൂട്ട് പൂട്ടി താക്കോൽ കടലിലേക്ക് വലിച്ചെറിയുന്നവരും ധാരാളമാണ്. അതുപോലെ തന്നെ ആഗ്രഹ സാഫല്യത്തിനായി ദേവാലയമുറ്റത്തു നിന്നും കിലോമീറ്ററുകൾ മുട്ടിലിഴയുന്നവരും വിവാഹം നടക്കാനായി മഞ്ഞച്ചരട് വഴിപാടായി സമർപ്പിക്കുന്നവരും ധാരാളമുണ്ട്. വേളാങ്കണ്ണിയിലെ ഈ ദേവാലയത്തിനോട് ചേർന്ന് ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നുണ്ട്. മാതാവിനോട് പ്രാർത്ഥിക്കുകയും ഫലം സിദ്ധിക്കുകയും ചെയ്യുന്നവരുടെ സമർപ്പണങ്ങളും നേർച്ചകളും സൂക്ഷിച്ചിരിക്കുന്നതിവിടെയാണ്. നേർച്ചപ്പെട്ടികളും സമർപ്പിക്കപ്പെട്ട വസ്തുക്കളും കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രയെത്ര മനുഷ്യരാണ് ഈ തിരുമുറ്റത്ത് വിശ്വാസികളായി എത്തുന്നതെന്ന്. രാവിലെ 6:30-ക്കാണ് ഈ മ്യൂസിയം തുറക്കുന്നത്. രാത്രി 8 മണി വരെ ഇത് സന്ദർശകർക്കായി തുറന്നിരിക്കും.